ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ദിവസം, അനുഗ്രഹീതമായ ഈ സമയം കർത്താവെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നിങ്ങളെ ചേർത്ത് നിർത്തുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 17 അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിൻ്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. 2 ചിന്തകളാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുക. ഒന്ന്, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. രണ്ടാമത്തേത്, നിൻ്റെ കണ്ണ് നേരെ കാണുമാറാകട്ടെ. കേൾക്കുന്ന ദൈവം, കാണുന്ന ദൈവം. പ്രിയമുള്ളവരെ, വളരെ ആശ്വാസം നൽകുന്ന, വളരെ സന്തോഷം നൽകുന്ന, വളരെ സമാധാനം നൽകുന്ന ഒരു വചനമാണ് ഇത്. എന്നെ കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ നിത്യവും കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ അതൊരു പരിധിവരെ നമ്മെ ഭയപ്പെടുത്തുകയും ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം എന്നെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷകാലങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്ക് അനുഗ്രഹങ്ങളെ അയക്കുകയും ചെയ്യുന്ന ഒരു ദൈവം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ കാണുകയും കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന ദൈവം, അവനെപ്പോഴും എന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമ്മെ വളരെ ചിന്തിപ്പിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ 34-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കാം: യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്ന് ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ ഇരിക്കുകയാണ്. നീതി പ്രവർത്തിക്കുന്നവർ, അവരിലേക്ക് എപ്പോഴും ശ്രദ്ധ വയ്ക്കുന്ന ഒരു കർത്താവ്, അവൻ്റെ പ്രവർത്തികളെ പരിശോധിക്കുന്ന കർത്താവ്, അവൻ്റെ വഴികളെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതേസമയം പ്രിയമുള്ളവരെ, ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവഹിതത്തിനെതിരായിട്ടുള്ള, ദൈവചിന്തകൾക്കെതിരായിട്ടുള്ള, ദൈവപ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള വാക്കുകളോ സംസാരങ്ങളോ ഉണ്ടെങ്കിൽ അതും കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്, നാം തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 40-1 അവിടെ ഇങ്ങനെ പറയുകയാണ്: അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടുവെന്ന്. അവൻ ചാഞ്ഞ് നിലവിളി കേട്ടു എന്ന് പറഞ്ഞാൽ, കർത്താവിനെ ഞാൻ അന്വേഷിക്കുമ്പോൾ, അവനായിട്ട് കാത്തിരിക്കുമ്പോൾ അവൻ എങ്കിലേക്ക് ചാഞ്ഞു വരികയാണ്. എൻ്റെ പ്രിയ മകൻ, എൻ്റെ പ്രിയപ്പെട്ട മകൾ, അവൻ എന്താണ് എന്നോട് പറയുവാനുള്ളത്? അവൻ എന്തിനാണ് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? അങ്ങനെ വിചാരത്തോടെ കർത്താവ് നമ്മിലേക്ക് ചാഞ്ഞു വരും, നമ്മുടെ നിലവിളി കേൾക്കും. അങ്ങനെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ് നമുക്ക് ഉണ്ട് എന്നത് പ്രിയമുള്ളവരെ, നമുക്ക് അത്യത്ഭുതമായ, അത്യാനന്ദകരമായ ഒരനുഭവം നമുക്ക് പ്രദാനം ചെയ്യും. പ്രിയമുള്ളവരെ, ഓർക്കുക, ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നവനാണ്. അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ചാഞ്ഞു വരും. കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവനിലേക്ക്, കർത്താവിനെ രക്ഷയായി കാണുന്നവരിലേക്ക്, എൻ്റെ പാറയായിട്ട് കർത്താവിനെ കാണുന്നവരിലേക്ക്, പ്രത്യാശ വെച്ച് ഞാൻ കർത്താവിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു എന്ന് വിചാരിക്കുന്നവരിലേക്ക് കർത്താവ് ചാഞ്ഞു വന്ന് നമ്മുടെ പ്രതിസന്ധികളെ അവൻ കേൾക്കും, നമ്മുടെ പ്രശ്നങ്ങളെ അവൻ കേൾക്കും, നമ്മുടെ കണ്ണുനീരിനെ അവൻ തുടയ്ക്കും.
അവിധം നമ്മെ സ്നേഹിക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട് എന്ന വിചാരം നമ്മൾ എത്ര വലിയ സന്തോഷമാണ് പ്രദാനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഓരോ ഭക്തൻ്റെയും ജീവിതത്തിൽ വളരെയേറെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനുണ്ടാകും. നിങ്ങളിൽ തന്നെ അനേകം പേർക്ക് പറയുവാനുണ്ടാകും, എൻ്റെ സങ്കടങ്ങളെ കേട്ട ഒരു ദൈവം എനിക്കുണ്ടെന്ന്, എൻ്റെ കരച്ചിൽ കേട്ട ഒരു ദൈവം എനിക്കുണ്ടെന്ന്, എൻ്റെ പ്രതിസന്ധികളിൽ എന്നെ താങ്ങിയ ഒരു ദൈവം എനിക്കുണ്ടെന്ന് പറയുവാൻ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കറിയാം പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടപ്പെട്ടതായ യൗസേഫിൻ്റെ ജീവിതത്തെക്കുറിച്ച്. സഹോദരന്മാരാൽ പരിത്യജിക്കപ്പെട്ട് തള്ളപ്പെട്ടവനായി തീർന്ന്, എന്നാൽ കൊല്ലുവാൻ മനസ്സാകാതെ തന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് പോയ യൗസേഫിൻ്റെ നിലവിളിയെ തൻ്റെ സഹോദരന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും, അല്ലെങ്കിൽ അവരത് ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിലും, സ്വർഗത്തിലെ ദൈവം അത് കേൾക്കുക തന്നെ ചെയ്തു. കാരണം യൗസേഫിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കർത്താവ് പദ്ധതിയിട്ടിരുന്നു. യൗസേഫിലൂടെ വലിയ കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ കർത്താവ് പദ്ധതിയിട്ടിരിക്കുമ്പോൾ, ആ പദ്ധതി ഇടപെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവൻ്റെ നിലവിളിയെ കർത്താവ് കേൾക്കാതിരിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞിട്ട് മടങ്ങിപ്പോയതായ തൻ്റെ സഹോദരന്മാർക്ക് അവൻ്റെ നിലവിളിയുടെ, അവൻ്റെ ദിനരോധനത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വയ്യാതെ പോയത്. പ്രിയമുള്ളവരെ, എന്നാൽ കർത്താവ് ആ നിലവിളി കേട്ട് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റിയെടുക്കേണ്ടതായൊരു ജീവിത സാഹചര്യം അവിടെ ഉണ്ടാക്കിക്കൊടുത്തുവെന്ന് പ്രിയമുള്ളവരെ വചനത്തിൻ്റെ വഴിയെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കയറ്റപ്പെട്ടവനായ ആ യോസേഫ് പിന്നീട് മിസ്രൈം രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി തീരുമ്പോൾ കർത്താവ് വരാനിരിക്കുന്ന ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് യൗസേഫിനെ ആക്കി വയ്ക്കിച്ച് ഇരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ ബലത്തിലേക്ക് നോക്കി കരയുവാനല്ല, ഒടയതമ്പുരാനെ വിളിച്ച് കരയുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങണം പ്രിയമുള്ളവരെ. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ നിലവിളിക്ക് ചെവി വെച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് ചിന്തിച്ചു കൊള്ളുക. പ്രിയമുള്ളവരെ, രണ്ടാമത്തേത്, ഈ നിലവിളി കേൾക്കുന്ന മറ്റൊരു സാഹചര്യം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു ജീവിതാനുഭവത്തോട് ബന്ധപ്പെട്ട് ഹാഗാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, പരിത്യജിക്കപ്പെട്ട് ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുഞ്ഞുമായി മരുഭൂമിയിലേക്ക് കടന്നു പോകേണ്ടി വന്ന ഹാഗാർ, കയ്യിലുണ്ടായിരുന്ന തുരുത്തിയിലെ വെള്ളം തീർന്നുപോയപ്പോൾ ദാഹനീരിനായി കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് സഹിക്കാൻ വയ്യാതെ കുഞ്ഞിനെ ദൂരത്ത് കിടത്തിയിട്ട് മാറിപ്പോയി മരണം കാണാൻ മനസ്സനുവദിക്കാതെ അലറിക്കരയുന്ന ഹാഗാറിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് ദൈവം കേൾക്കുന്നുണ്ട്. സാഹചര്യവശാൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അവിഹിതമെന്ന വിധത്തിൽ പോലും ഗർഭം ധരിക്കേണ്ടി വന്നവൾ, പിതാവെന്ന സ്ഥാനത്തേക്ക് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു കുഞ്ഞു കയ്യിലുള്ള ഒരു അമ്മയുടെ രോദനം, അത് സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവം കേട്ടു. എന്നാൽ അവളുടെ കരച്ചിലോ അവളുടെ കണ്ണുനീരോ ഈ കുഞ്ഞിൻ്റെ പിതാവ് കേട്ടില്ല. പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളുക, ലോകത്തിൻ്റെ മനുഷ്യൻ്റെ ചെവിയിൽ കേൾക്കാത്ത പല കരച്ചിലും ഒടയതമ്പുരാൻ്റെ ശ്രദ്ധയിൽ എത്തും. ഈ കാലഘട്ടത്തിലും അതുതന്നെ സംഭവിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നബാധിത മേഖലകളിൽ, കഷ്ടതയുടെ നടുവുകളിലൊക്കെയും ഈ ലോകത്തിനു മുമ്പിൽ കരഞ്ഞവർക്ക് പലർക്കും ഉത്തരം കിട്ടിയില്ല. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞവരിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഈ നാളുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഓർക്കുക, മൂന്നാമതൊരു സന്ദർഭം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഇരുട്ടത്ത് നമ്മൾ പറഞ്ഞെടുക്കുന്ന പല കാര്യങ്ങളും, ഇരുളിൽ നമ്മൾ സംവദിക്കുന്ന പല കാര്യങ്ങളും, അരുതാത്ത വഴികളിലേക്ക് കൂട്ടുകൂടുന്ന ചില കാര്യങ്ങൾ, ചില ചിന്തകൾ, ചില സംസാരങ്ങൾ, അതും കർത്താവ് കേൾക്കും എന്ന് തിരിച്ചറിയുക. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയുന്നു, ഇരുട്ടത്ത് പറഞ്ഞത് എല്ലാം വെളിച്ചത്ത് കേൾക്കപ്പെടും.
ഇരുളിൽ പറയുന്നത് വെളിച്ചത്ത് കേൾക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം കർത്താവിൻ്റെ ചെവി അടഞ്ഞു പോയിട്ടില്ലെന്ന് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ പറയുന്നതെല്ലാം അവൻ കേൾക്കും, അവൻ കേൾക്കാതിരിക്കത്തില്ല. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, കരച്ചിലാകട്ടെ വിലാപമാകട്ടെ, സന്തോഷമാകട്ടെ ആക്രോശമാകട്ടെ, വഴക്കാകട്ടെ, എല്ലാം കർത്താവ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പ്രിയമുള്ളവരെ അറിഞ്ഞുകൊള്ളണം. പ്രിയമുള്ളവർ, മനുഷ്യനായി വന്ന യേശു തമ്പുരാനും നിലവിളിക്ക് ചെവി ചായ്ച്ചു കൊടുത്തിട്ടുള്ളവൻ തന്നെയാണ്. യേശു തമ്പുരാനെ യേശു തമ്പുരാൻ കടന്നു പോകുന്ന വഴിവക്കിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്ന കുരുടൻ അവൻ്റെ സന്നിധിയിൽ അവൻ്റെ നിലവിളി അയക്കുകയാണ്. യേശുവിൻ്റെ കാതോളം എത്തുന്ന വിധത്തിൽ അവൻ്റെ നിലവിളി ഉയർത്തി അവൻ കരയുകയാണ്. മുന്നടക്കുന്നവർ വിലക്കിയിട്ടും ഏറ്റവും അധികം നിലവിളിച്ച് ആ കുരുടന് കാഴ്ച കൊടുത്തു. പ്രിയമുള്ളവരെ, ഓർത്തു നോക്കുക, ഏത് സാഹചര്യത്തിലും യേശുവേ എന്ന് നിലവിളിച്ച് കരഞ്ഞവർ ആരും നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല. കാരണം ആരും അറിഞ്ഞില്ലെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു കരച്ചിൽ ആരുടെയും ശ്രദ്ധയിൽ പെട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പെട്ടാൽ തന്നെയും അത് കേൾക്കേണ്ടിടമായ കർത്താവിൻ്റെ കാതോളം എത്തുന്നെങ്കിൽ ആ കാതിലൂടെ അവൻ കേൾക്കുകയും അവൻ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നയീനിലെ വിധവ തൻ്റെ ഏകജാതൻ്റെ മരണത്തിൽ നെഞ്ചു പൊട്ടിക്കരയുന്നൊരനുഭവം നമുക്കറിയാം. ജീവിതത്തിൻ്റെ നല്ല കാലത്ത് വിധവയായി തീർന്നവൾ, ഒരു മകൻ മാത്രമുണ്ടായിരുന്നവൾ. അവൾക്ക് ജീവിതത്തിലാകെ പ്രതീക്ഷ തന്നെ മകനായിരുന്നു. ഭർത്താവെന്ന് പറയുന്നത് കൂടെയില്ല, മരണപ്പെട്ടു പോയി. ആ അവസരത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവളുടെ ഏക തുണയാകുന്ന, ഏക ആശ്രയമാകുന്ന ആ വിധവയുടെ മകനും മരണപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് കരയാതിരിക്കാനാകത്തില്ല. എന്നാൽ ആ പ്രിയപ്പെട്ട അമ്മയുടെ കരച്ചിൽ കേട്ടതായ കർത്താവ് അവളുടെ അടുക്കൽ ചെന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സ്ത്രീയെ, നീ കരയേണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് കർത്താവിൻ്റെ മക്കളെ, പ്രിയമുള്ളവരെ, നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളുടെ പ്രതിസന്ധിയുടെ നാളിൽ, സങ്കടത്തിൻ്റെ നാളിൽ കർത്താവിനെ വിളിച്ച് കരയുക. അവനത് കേൾക്കും. ഉത്തരം അല്ലെങ്കിൽ പരിഹാരം നമുക്ക് അയച്ചു തരിക തന്നെ ചെയ്യും. പ്രിയമുള്ളൊരു മനുഷ്യൻ പറയുന്ന വാക്കുകളും അവൻ കേൾക്കുന്നുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. നമ്മൾ പറയുന്ന ദൈവ നിന്ന, ദൈവ നിഷേധം, പാപബന്ധ സംസാരങ്ങൾ, പാപത്തിലേക്ക് നയിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം കർത്താവ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇരുട്ടിൽ നീ പറഞ്ഞതായ ഇരുളിൻ്റെ അനുഭവത്തിൽ നീ സംസാരിച്ചു കൂട്ടിയതായ ആ പാപ വഴികളെക്കുറിച്ചും കർത്താവ് തിരിച്ചറിയുന്നുണ്ട് എന്ന് നീ ചിന്തിച്ചു കൊള്ളുക. അപരനെ വിധിക്കുന്നത്, മറ്റുള്ളവരിൽ അസൂയ പൂണ്ട് സംസാരിക്കുന്നത്, അതും കർത്താവ് കേൾക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. കാരണം അവൻ്റെ ചെവി അടയാതിരിക്കുകയാണ്, അവൻ്റെ ചെവി അടഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന പോലെ തന്നെ അപരനെ ദുഷിക്കുന്നതും ദൈവനിന്ദ പറയുന്നതും കർത്താവ് കേൾക്കുന്നുണ്ട് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. ഓർക്കുക, രഹസ്യത്തിൽ പറയുന്നത് ആരും അറിയുന്നില്ല, ലോകമറിയുന്നില്ല, എൻ്റെ വീട്ടുകാരറിയുന്നില്ല, മാതാപിതാക്കൾ അറിയുന്നില്ല, അധ്യാപകരറിയുന്നില്ല, മേലുദ്യോഗസ്ഥനറിയുന്നില്ല എന്ന വിധത്തിൽ ചെയ്തെടുത്ത ചില പ്രവർത്തികൾ, സംസാരിച്ചു കൂട്ടിയ ചില വാക്കുകൾ, അത് പ്രിയമുള്ളവരെ കർത്താവ് അറിയുന്നുണ്ട്. കാരണം അവൻ്റെ കാതിന് മറവായിരിക്കുന്നത് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 59-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, കേൾപ്പാൻ കഴിയാത്ത വിധം അവൻ്റെ ചെവി മന്ദമായിട്ടില്ലെന്ന്. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ലെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവൻ്റെ ആ ചെവിയോളം എത്തുന്ന വിധത്തിൽ, അവൻ്റെ കേൾവിയോടെത്തുന്ന വിധത്തിൽ നമ്മുടെ ശബ്ദമുയരണം. സ്തുതിപ്പുകളായും ഗീതങ്ങളായും ആരാധനയായും അവനെ സ്തുതിക്കുവാനും, രണ്ടാമത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവൻ്റെ കാതോളം എത്തുമാറ്, എൻ്റെ ഹൃത്തോളം എത്തുമാറ് കരയുവാനും, നിങ്ങളുടെ സങ്കടങ്ങളും പരിദേവനങ്ങളും അവൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ പ്രിയമുള്ളവരെ. രണ്ടാമത്തെ ചിന്ത 17-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാമത്തെ ഭാഗമാണ് അവിടെ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിൻ്റെ കണ്ണ് നേരെ കാണുമാറാകട്ടെ.
നിൻ്റെ കണ്ണ് നേരെ കാണുമാറാകട്ടെ. എന്ന് പറഞ്ഞാൽ നേരായത് തന്നെ നിൻ്റെ കണ്ണ് കാണണം. ദുഷിച്ച വഴിയല്ല, പാപ വഴിയല്ല എന്നിൽ നീ കാണേണ്ടത്, നേര് തന്നെ കാണണം. പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട മനുഷ്യൻ്റെ ഒരു സാക്ഷ്യമായിട്ട് മാറുകയാ. എൻ്റെ കർത്താവേ, നീ എന്നെ കാണുന്നത് അത് നന്മയായിട്ട് കാണേണ്ടതിന് നീ എന്നെ ഒരുക്കണമേ, നന്മയായത് എന്നിൽ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം നീ എന്നെ ഒരുക്കണമേ എന്ന് പ്രിയമുള്ളവരെ ആ പ്രിയപ്പെട്ടവൻ പറയുമ്പോൾ ഓർക്കുക, അത് നമ്മുടെ ജീവിതത്തിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? നമ്മുടെ ജീവിതത്തിലും അത് അനുവർത്തിക്കപ്പെടേണ്ടതായ ഒരു സംഗതിയല്ലേ പ്രിയമുള്ളവരെ? ഇവിടെ രേഖപ്പെടുത്തുകയാണ് 17, എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം ഉള്ളതായ ഉത്തരം നിന്നിൽ നിന്ന് പുറപ്പെട്ട് വരണം. ഞാൻ ചെയ്തെടുക്കുന്ന പ്രവൃത്തി അത് നന്മയാണെങ്കിലും അത് തിന്മയാണെങ്കിലും അത് നിന്നിൽ നിന്ന് ഉണ്ടാകണം. അവൻ്റെ വിധി, ആ വിധി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അത് നിന്നിൽ നിന്നാകെ കൊണ്ട് തന്നെ എൻ്റെ പ്രവൃത്തിയിൽ നേരായിട്ടുള്ളത് കാണുവാൻ തക്കവണ്ണം ഞാൻ പ്രവർത്തിക്കുമാറാകണം. ഓർത്തുകൊള്ളുക, എൻ്റെ ദൈവം എൻ്റെ പ്രവൃത്തികളെ കാണുന്നുണ്ട്. എൻ്റെ കൈയുടെ പ്രവൃത്തിയും എൻ്റെ കണ്ണിൻ്റെ നോട്ടവും എൻ്റെ കാലിൻ്റെ നടപ്പും എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളും അവൻ കാണുന്നുണ്ട് എന്നൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഓർക്കുക, അവൻ സ്വർഗത്തിൽ നിന്ന് സകലതും കാണുന്ന ദൈവമാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രവൃത്തികളെ കാണുകയും അത് ശോധന ചെയ്യുകയും അത് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. സങ്കീർത്തനം 139:12 ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, ഇരുട്ട് പോലും അവന് മറവായിരിക്കുന്നില്ല. ഇരുട്ടുപോലും അവന് മറവായിരിക്കുന്നില്ല. കാരണം ഇരുളിൻ്റെ അവസ്ഥകളിൽ, ഇരുളിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നീ ചിന്തിച്ചെടുത്ത പ്രവർത്തിച്ചെടുത്ത പാപ സാഹചര്യങ്ങളെപ്പോലും 1000 സൂര്യൻ്റെ കണ്ണൊത്തവന് മറവായിരിക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ് കൊള്ളുക. സദൃശവാക്യങ്ങൾ 15:3 യഹോവയുടെ കണ്ണ് എല്ലാ ഇടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്. കിഴക്കോട്ട് നോക്കിയാലും പടിഞ്ഞാറോട്ട് നോക്കിയാലും തെക്കോട്ടും വടക്കോത്തോട്ട് നോക്കിയാലും മുകളിലേക്കും താഴേട്ട് നോക്കിയാലും എവിടെല്ലാമോ അവിടെ എല്ലാം കർത്താവിൻ്റെ കണ്ണ് പതിക്കുന്നുണ്ട്. അവൻ കാണുന്നില്ല, ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് ഇരുളിൻ്റെ മറവിൽ ചെയ്തു കൂട്ടുന്ന പാപപ്രവർത്തികൾ അത് കർത്താവ് കാണാതിരിക്കുന്നില്ല. നീതിമാനെന്ന വേഷം ധരിച്ച്, ഭക്തനെന്ന വേഷം ധരിച്ച്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചിട്ട് കർത്താവിനെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നെങ്കിൽ അതും കർത്താവ് കാണാതിരിക്കുന്നില്ല എന്ന് ഓർത്തുകൊള്ളുക. പ്രിയ ദൈവജനമേ, പാപം ചെയ്ത ആദം ഹവ്വ, അത് യഹോവയാൻ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ പാപബോധമുണ്ടായവർ അവർ ഒളിച്ചിരുന്നു. പാപത്തെക്കുറിച്ച് തങ്ങൾ ചെയ്തത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വരാതെ വണ്ണം ഒളിച്ചിരുന്ന ഒരു ജീവിതമനുഭവം അവർക്ക് ഉണ്ടായി. എങ്കിലും കർത്താവിൻ്റെ കണ്ണിൽ മറവായി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് വെളിപ്പെടേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം കായീനും ഹാബേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവം പ്രസാദിച്ച ഹാബേലിനോട് മനസ്സുകൊണ്ട് അകൽച്ച തോന്നിയവൻ്റെ മുഖം കറുത്തു. കായൻ്റെ മുഖം കറുത്ത് മാറി നിന്ന് കനപ്പിച്ച മുഖമായി നിൽക്കുന്നവനെ കണ്ട ദൈവം അടുക്കൽ ചെല്ലുകയാണ്. എന്നിട്ട് ഈ കായിനെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, പാപിനിയായ സ്ത്രീ, ശമരിയക്കാരിയായിരിക്കുന്നവളുടെ അടുക്കൽ കർത്താവ് കടന്നു ചെല്ലുന്നു. അല്ലെങ്കിൽ വെള്ളം കോരുവാൻ വരുന്നതായ ആ സ്ത്രീ കടന്നു വരുന്ന കിണറ്റിൻകരയിൽ കർത്താവ് കാത്തിരിക്കുന്നു. വരുന്നവളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കർത്താവ്, വരുന്നവളെ മുന്നമേ അറിഞ്ഞ കർത്താവ്, തൻ്റെ ജീവിതശീലങ്ങളെ കണ്ട് അറിഞ്ഞ കർത്താവ് ഇവളെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അവൻ്റെ കണ്ണിന് ഒന്നും മറവായിരിക്കുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവിനെ കാണുവാൻ ആഗ്രഹം പൂണ്ട് കാത്തിരുന്ന മനുഷ്യനുണ്ട് പ്രിയമുള്ളവരെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പേര് സഖായി, നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവ് ആരാണെന്ന് കാണുവാൻ, ഏതാണെന്ന് കാണുവാൻ, അവൻ എങ്ങനെയുള്ളതാണെന്ന് കാണുവാൻ, മറ്റുള്ളവരുടെ സംസാര വിഷയമായിരിക്കുന്ന കർത്താവിനെ ഒന്ന് കാണുവാൻ കൊതി പൂണ്ട മനുഷ്യൻ. ആ മനുഷ്യൻ കർത്താവ് വരുന്ന വഴിത്താരയിൽ കാത്തുനിന്നൊരു ദിവസം
എന്നാൽ സാധിച്ചില്ലല്ലോ. കാരണം ചുറ്റുപാടും ജനസഞ്ചയത്തിൻ്റെ നടുവിൽ കടന്നു വരുന്ന യേശുവിനെ കാണുവാൻ പൊക്കത്തിൽ കുറവനായിരുന്ന സഖായിക്ക് സാധിക്കാതെ വന്നപ്പോൾ അവൻ മുന്നോട്ടോടി ഒരു മരത്തിന്മേൽ കയറിയെന്ന് നമുക്കെല്ലാവർക്കും വേദപുസ്തകത്തിലൂടെ വായിച്ചു പഠിക്കുന്നുണ്ട്. എന്നാൽ ആരും കാണാതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇലകൾക്കുള്ളിൽ മറഞ്ഞിരുന്ന ആ സഖായിയെ കാണുന്നു നമ്മുടെ കർത്താവ്. കാരണം കൂടെ ഉണ്ടായിരുന്നവർ കണ്ടില്ല, മുന്നേ ഓടിപ്പോയവർ കൂട്ടുസഞ്ചരിച്ച മറ്റ് ജനമറിഞ്ഞില്ലെങ്കിലും തൻ്റെ മുന്നിലൂടെ ഓടിക്കടന്നുപോയി തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ ഒരുവനുണ്ടെന്ന് ഉള്ളത്തിൽ കണ്ടതായ കർത്താവ് സഖായി ആയിരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് അവനെ വിളിച്ചിറക്കുന്നുണ്ട്. മാത്രമല്ല പ്രിയമുള്ളവരെ, സൗഖ്യം പ്രാപിച്ച രക്തസ്രാവക്കാരിയെക്കുറിച്ച് നമുക്കറിയാം. നൂറുകണക്കിന് ജനത്തോടുകൂടെ നടന്നു പോകുന്ന കർത്താവ് യേശുവിൽ ഒരു പ്രതീക്ഷയർപ്പിച്ച് 12 വർഷക്കാലമായി കൊണ്ടുപോകുന്ന ഒരു രോഗാനുഭവത്തിനൊരു സൗഖ്യം കിട്ടുവാനുള്ള സാധ്യതയെ അന്വേഷിച്ച് പിൻപറ്റിയൊരു സ്ത്രീയായിരുന്നു രക്തസ്രാവക്കാരി സ്ത്രീ എന്ന് നമുക്കറിയാം. എന്നാൽ ആ രക്തസ്രാവക്കാരിക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നെത്തിച്ചെല്ലുവാൻ സാധിച്ചില്ല. എന്നാൽ ആ കടന്നെത്തിച്ചെല്ലാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളത്തിൽ ഒരാഗ്രഹമുണ്ടായി. അവനോട് എനിക്ക് സങ്കടം പറയാൻ പറ്റണ്ട, അവൻ്റെ മുമ്പിൽ എനിക്ക് ചെല്ലാൻ പറ്റണ്ട, സാരമില്ല, പക്ഷേ അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊടാൻ എനിക്ക് സാധിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമുള്ള വിശ്വാസത്തിൽ ഒന്ന് തൊട്ടു. ആ മാത്രയിൽ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അക്ഷണം അവൾ സൗഖ്യം പ്രാപിച്ചുവെന്ന് വചനത്തിലൂടെ പഠിക്കുമ്പോൾ കർത്താവ് നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും തന്നിലൂടെ ശക്തി പുറപ്പെട്ടു എന്ന് അറിഞ്ഞ കർത്താവ് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടത് ആരെന്ന്. കർത്താവ് അന്വേഷിക്കുകയാണ്, എന്നിൽ നിന്ന് കൃപ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്, സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാണ്. കർത്താവ് അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു. നാം ഓരോരുത്തരിലേക്കും കർത്താവിൻ്റെ കണ്ണ് ശ്രദ്ധ വെച്ച് നോക്കുന്നുണ്ട്, അവൻ്റെ കാത് വട്ടം വെച്ച് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് എന്താണ് ആവശ്യം, എൻ്റെ മക്കൾക്ക് എന്താണ് താല്പര്യം, അവരുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണ്, അത്യാവശ്യമായ കാര്യങ്ങളിലേക്ക് അവരെന്തിലേക്കാണ് മനസ്സ് വച്ചിരിക്കുന്നത്, കർത്താവ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ അന്വേഷണത്തോട് ചേർത്ത് വച്ച് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, അത് നമുക്ക് അനുഗ്രഹമായിട്ട് വ്യാപരിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ കണ്ണ് തുറന്നു വെച്ച്, കാത് തുറന്നു വെച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ അവൻ കാത്തിരിക്കുകയാണ്. അവൻ്റെ കണ്ണ് ഒരു കാര്യത്തിലും മറവായിരിക്കുന്നതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏത് ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും, നമ്മുടെ എല്ലാ ദൈനംദിന വഴികളിലാണെങ്കിലും, രാത്രിയുടെ യാമത്തിലാണെങ്കിലും, പ്രഭാതത്തിൻ്റെ സമയങ്ങളിലാണെങ്കിലും ഉടയ തമ്പുരാനേ എന്ന് വിളിക്കാൻ ഒരു പ്രാർത്ഥനയുടെ ശബ്ദത്തിലൂടെ നമുക്ക് സാധിക്കണം. എൻ്റെ കർത്താവേ എന്ന് വിളിക്കാൻ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ നമുക്ക് സാധിക്കണം. എൻ്റെ കർത്താവേ അനുഗ്രഹിച്ചെന്നെ സ്തുതി എന്ന് പറയുവാൻ ഒരു സ്തുതിപ്പിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് സാധിക്കണം. ജീവിത കാലഘട്ടത്തിൽ നീ എനിക്ക് ചെയ്തു തന്ന എല്ലാ നന്മകളെയും കുറിച്ച് ഓർത്ത് നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവേ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞ് നന്ദിയുള്ള ഹൃദയമായി തീരുവാൻ നമുക്ക് സാധിക്കണം. കാരണം അതും കർത്താവ് കേൾക്കുകയാണ്, അതും കർത്താവ് നമ്മെ അനുഗ്രഹത്തിന് കാരണമാക്കുകയാണ്. അവൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ ആരാധനയിലേക്ക്, അവൻ്റെ ആലയത്തിലേക്ക്, വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് അല്ല സംബന്ധത്തിലേക്ക് കടന്നു ചെല്ലുവാനും കർത്താവ് നമ്മിൽ ആഗ്രഹം വയ്ക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ, യഹോവനെ ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ, എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിൻ്റെ കണ്ണ് നേരെ കാണുമാറാകട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ശീലങ്ങൾ അത് അനുഗ്രഹത്തിനായി തീരുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് ഒരുക്കി എടുക്കുമാറാകണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അവസാനമായി 120-ാം സങ്കീർത്തനത്തിൽ എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു എന്നും നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിലവിളിച്ച പ്രാർത്ഥനയ്ക്ക് അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ കൈകൂപ്പി നിന്ന ജീവിതാനുഭവത്തിൽ അവൻ്റെ കരം നീട്ടി എന്നെ അനുഗ്രഹിച്ചു.
ഞാൻ തല താഴ്ത്തി നിന്ന് എൻ്റെ ജീവിത അനുഭവത്തിൽ അവൻ്റെ ആണിപ്പെഴുതേറ്റ കരമൻ്റെ മൂർധാവിൽ തൊട്ട് അവനെ തലോടി. ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അത് കാണുവാൻ, അത് കേൾക്കുവാൻ നമ്മുടെ കർത്താവ് കാത്തിരിക്കുന്ന പ്രിയമുള്ളവരെ. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴിത്താരകളിലും കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് എൻ്റെ മാറോട് ചേർന്നിരുന്ന് അവൻ്റെ കാതോട് സംസാരിച്ച് എൻ്റെ വലങ്കരത്തിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.